നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പി കൃഷ്ണപിള്ള സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ ഇടത് സർക്കാർ വിട്ടു നൽകിയ ഭൂമി റദ്ദാക്കിയ UDF സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് മാവേലിക്കരയിൽ നടന്ന ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 56 അംഗ ജില്ലാ കമ്മിറ്റിയെയും 33 സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. MS അരുൺകുമാർ പ്രസിഡന്റ്, ജെയിംസ് സാമുവൽ സെക്രട്ടറി, ജിസ്മി കെ ജനാർദ്ദനൻ ട്രഷറർ എന്നിവരാണ് ഭാരവാഹികൾ. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പി കൃഷ്ണപിള്ള സ്മാരക നിലയം നിർമ്മിക്കാൻ ഇടത് സർക്കാർ വിട്ടു നൽകിയ ഭൂമി റദ്ദാക്കിയ UDF സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്ന് മാവേലിക്കരയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഭാവിയിൽ രാജ്യത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ടിയിരുന്ന സാംസ്കാരിക സമുച്ചയത്തിനാണ് ഈ സർക്കാർ ചരമഗീതം എഴുതുന്നത്. കലാസാംസ്കാരിക രംഗങ്ങളിലെ പ്രതിഭകൾ ജീവിത സായാഹ്നത്തിൽ ആരോരുമില്ലാത്തവരായി മാറുന്ന സാഹചര്യത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ടായിരുന്നു. 2023 LDF സർക്കാർ ലെപ്രസി സാനിറ്റോറിയത്തിൽ 5 ഏക്കർ ഭൂമി പദ്ധതിക്ക് അനുവദിച്ചിരുന്നു. ഇപ്പോൾ ഈ ഭൂമി തിരിച്ചെടുക്കാനുള്ള UDF സർക്കാർ തീരുമാനം ചരിത്രത്തോടുള്ള അനാദരവും കലാസാംസ്കാരിക സമൂഹത്തോടുള്ള അവഗണനയുമാണെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. സർക്കാർ വകുപ്പുകളിലെ നിയമവിരുദ്ധ സ്ഥലമാറ്റങ്ങളും പിരിച്ചുവിടലുകളും അവസാനിപ്പിക്കുക, PSC നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു. ദിനൂപ് വേണു, അരുൺ, PA അൻവർ, J മനീസ, ഉണ്ണിക്കണ്ണൻ, വിഷ്ണു ഗോപിനാഥ് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. 2 ദിവസമായി നടന്നു വന്ന പ്രതിനിധി സമ്മേളനം സമാപിച്ചു. 56 അംഗ ജില്ലാ കമ്മിറ്റിയെയും 33 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധി സംഘത്തെയും തെരഞ്ഞെടുത്തു. മാവേലിക്കര MLA കൂടിയായ MS അരുൺകുമാറിനെ പ്രസിഡന്റായും, AA അക്ഷയ്, M മുകുന്ദൻ, അനസ് നസീം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ജെയിംസ് സാമുവലിനെ സെക്രട്ടറിയായും, അജ്മൽ ഹസൻ, VK സുരജ്, KR രാംജിത്ത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, ജിസ്മി കെ ജനാർദ്ദനെ ട്രഷററായും തെരഞ്ഞെടുത്തു. MS അരുൺ, K ശ്രീകാന്ത്, അനീഷ് കുര്യൻ, ലിജോ ജോയ്, CA അഖിൽകുമാർ, അശ്വിൻ ദത്ത്, KG അരുൺകുമാർ, M സുരേഷ്, PA അഖിൽ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. CDNet ന്യൂസ് മാവേലിക്കര.